അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, പുറപ്പാട് 9:16 എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ ദുർഘട രംഗങ്ങളിൽ നിന്നോ തൻ്റെ ജനത്തെ മോചിപ്പിക്കാൻ വിസമ്മതിച്ച ഫറവോയോട് മോശ വഴി ദൈവം അരുൾ ചെയ്ത വചനമാണ് നമ്മൾ കേട്ടത്. എന്താണ്? എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാൻ, അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടി ആണ് നിന്നെ ഞാൻ മഹാമാരി അയച്ച് കൊല്ലാതെ ജീവിക്കാൻ അനുവദിച്ചത്. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത് കൂടുതൽ അല്ലെങ്കിൽ മുഖ്യമായും രക്ഷയുടെ അനുഭവം പകർന്നു തരാനാണ്. സൗഖ്യം, രക്ഷ, ക്ഷമ, സ്നേഹം എന്നിവ മനുഷ്യന് പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ശക്തി പുറപ്പെടുന്ന, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന ഒരു വലിയ അവസരമുണ്ട്. എന്നാൽ ചിലപ്പോൾ ദൈവം ഒരുവൻ്റെ നേരെ തൻ്റെ ശക്തിയോ ഔദാര്യമോ അത്ഭുതകരമായ ഇടപെടലോ എടുക്കുന്നുണ്ടെങ്കിൽ അത് അവനിലൂടെ, അവനോട് ദൈവം കാണിച്ച ആ ഇടപെടലിലൂടെ ലോകത്തിന് തൻ്റെ നാമത്തെക്കുറിച്ചുള്ള പ്രഘോഷണം നൽകാനും തൻ്റെ ശക്തി ആ ലോക ജനതയ്ക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കാനും വേണ്ടി ദൈവം തൻ്റെ ആ അത്ഭുതകരമായ ഇടപെടലുകൾ നടത്തും. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവദിക്കപ്പെട്ടതെല്ലാം ദൈവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ നമ്മൾ അറിയാനും അങ്ങനെ തൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുക എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, അവിടുത്തെ നാമത്തിൻ്റെ മഹത്വം സകലരെയും അറിയിക്കുന്നതിന് വേണ്ടി ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.